അപ്പേ ഇന്നുണ്ടാക്കാൻ പോണത് വെജിറ്റബിൾ ബിരിയാണി. അത് സ്പെഷ്യലായിട്ട് അത് എന്താ ചോദിച്ചാ നമ്മളവിടെ ചാണ്ടാട്ടമാണ്. ആ അപ്പൊ നമ്മ ബിരിയാണി വെക്കുന്നത് വെജിറ്റബിൾ ആക്കി. അപ്പൊ അത് 2 അടുപ്പും കത്തിച്ചിട്ടുണ്ട്. ഇതാ ചട്ടി വെച്ച് കൊടുക്കന്നെ കാര്യം ഇപ്പൊ പെട്ടെന്ന് നടക്കന്നെ അല്ലേ. ഉമ്മച്ച നീ അവിടെ വെച്ചോ, ഞാനിവിടെ വെക്കാം. ആ 2 അടുപ്പും കാത്തട്ടെ. നമുക്ക് റൈസ് പോകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ബിരിയാണിക്ക് ഓയില്, നെയ്യാണ് കുറച്ച് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഇത്തിരി കൂടി ഒഴിച്ചു. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇലയും സൈഡാണ് അല്ലേ, നടുക്ക് ഇങ്ങനെ പൊങ്ങിയത് കൊണ്ടാണ് സൈഡിൽ. വലിയ ഉള്ളി, പച്ചമുളകും 2 കൂടി കിടക്കും. ഇഞ്ചി, വെളുത്തുള്ളി 2 കൂടി ആണ്ട് ഇട്ട് കൊടുക്കുക അല്ലേ. നല്ലോണം ഇളക്കണം അല്ലേ, അടിപ്പിടിക്കും. ഇളക്കിക്കോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾ ഇടാം. ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ് എല്ലാം കൂടിയിട്ട്. മല്ലിയില, പുതിന, അടുത്തത് നീ പറഞ്ഞ പോലെ തക്കാളി. പൊടികളൊക്കെ ആടി. എന്നാ ഞാൻ പൊടി ഇടാം. പൊടി തന്നെ ഇടണം അല്ലേ? പൊടി തന്നെ ഇടണം. ഞാൻ പൊടി തന്നെ ഇട്ടു. മുളക് പൊടി എരിവ് നോക്കിയിട്ട് ഇടാം കേട്ടോ. മല്ലിപ്പൊടി എല്ലാം ഒരുമിച്ച് തന്നെ കറങ്ങണം. ബിരിയാണി മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി. കുരുമുളക് പൊടിയൊക്കെ വേണം. മഞ്ഞപ്പൊടിയും മതി. ഇളക്ക്. ഒരു മണം വന്നില്ല ഇപ്പൊ. ആ പുതിനിന്റെ മണം വന്നില്ലേ? അല്ലാതെ പൊടിയുടെ അല്ല. സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് അല്ലേ? വെള്ളം ഒഴിച്ചിട്ടേ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അല്ലേ. സബ്സെ ബഡെ ശുദ്ധ പാനി, വെള്ളം. നമ്മൾ ഹിന്ദിയും പഠിച്ചു, എല്ലാം പഠിക്കണം കേട്ടോ. ഇനി ഇതിൽ വേകണം. ഗ്രീൻ പീസും എല്ലാം കൂടിയിട്ട് വേകട്ടെ. ഇതിനും കൂടി വെള്ളം വേണോ? വേവാനുള്ള വെള്ളം. മൂടി വെച്ചോ. അപ്പോളേ വെള്ളം ചൂടായിട്ടുണ്ട്. ബിരിയാണിക്കുള്ളത് ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇലയും പട്ടാഗ്രാമിൻ്റെ ഇലയും. ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക മതി. അതോടൊപ്പം തന്നെ കുറച്ച് ചെറുനാരങ്ങയും പിഴിയാം. ഓ അത് കുരു വേണ്ട. ഇല്ല. ഓ 2 കൈയും കൊണ്ടോ? വേണ്ട, ഒരു ഉണ്ടാക്കാം. ഒത്തിരി നെയ്യ് ഇട്ട് കൊടുക്കും. കുറച്ച് നെയ്യ് അല്ലേ? കുറച്ച് മതി. അത്ര നെയ്യ് മതി. നമുക്ക് അരി ഇട്ട് കൊടുക്കും. അത് നന്നായി ഇതല്ലോ. അതിൽ ഇത്തിരി വെള്ളം എടുത്തിട്ടേ വീണ്ടും അതിരിക്കുന്ന വെച്ചാൽ അതുണ്ടല്ലോ. അപ്പളേ നമ്മള് കുറെ നേരമായി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചതല്ലേ. ഇതാ ഗ്രീൻ പീസ് ഒക്കെ ആയാ നോക്കാനേ മച്ചാ. നോക്ക് ഇല്ലേ, ഗ്രീൻ പീസ് പച്ച കളറാണ്. ഇത് പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ്. അതെ, അതുകൊണ്ടാണ് പച്ച കളർ. എന്താ അപ്പൊ തൈര് ഒഴിക്കാം. നമ്മളെ തൈര് ഒഴിക്കുന്നത് ഇതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് തൈര് ഒഴിക്കുന്നത്. വേറെയുള്ളവർ വേറെ രീതിയിലും വെക്കും. അത് പറഞ്ഞാൽ നേരത്തെ തൈര് ഒഴിക്കും. പക്ഷെ നമ്മള് ഇപ്പോഴാണ് തൈര് ഒഴിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഒഴുക്കി തൈര് ഒഴുക്കി.
ആ മതി മതി മതി. ആ തൈര് ആദ്യം തന്നെ തൈര് മുമ്പ് ചേർക്കും അല്ലേ? അതെ അതെ നമ്മള് തൈര് അവസാനം. അവസാനം അതൊരു പ്രത്യേക ടേസ്റ്റ് വരും നോക്കിയോ. തുറക്ക് മച്ചാ. ഓ കറക്റ്റാണ് മതി ഇതാണ് ഇറക്കി വെക്കാം. ഇറക്ക്. അപ്പോളേ നമ്മൾ ചെറുതായിട്ട് അരി ഇട്ട് കൊടുത്തു. അതിന് മേലെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. പക്ഷെ ബ്രെഡ് മാത്രമല്ല ഈ വലിയ ഉള്ളില്ലേ അതിനെയും ഇതാക്കി ഇടണമായിരുന്നു. നമ്മൾ അതിനുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ല. ഒരു ലെയറും കൂടി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ബ്രെഡ് നെയ്യിൽ വറുക്കണം, നമ്മൾ ഓയിലിൽ വറുത്തു. മതി. ചോറിട്ട് കൊടുത്തതാണ്, നെയ്യ് ഒഴിക്കാം. അണ്ടിപ്പരി മുന്തിരിയൊക്കെ വേണം, നമുക്കിതിൽ വേണ്ട, വെജിറ്റബിൾ ആയതുകൊണ്ട് അധികം വേണ്ട പറഞ്ഞിട്ട് അതൊന്നും വെച്ചിട്ടില്ല. നെയ്യ് ഒഴിച്ചു കൊടുത്തതാ, മല്ലിത്തഴ. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ആ ചെറു കനലിൽ തന്നെ അങ്ങനെ ഒരു 10-20 മിനിറ്റ് നന്നായി അങ്ങനെ വേകട്ടെ. മച്ചാ നമുക്ക് നോക്കാല്ലേ? പിന്നെ ബിരിയാണി ആയില്ലേ? അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തല്ലേ, പുതിനയും നെയ്യൊക്കെ വെച്ച് കൊടുത്തു. സെറ്റല്ലേ? നോക്കാല്ലേ? നല്ല മസാല മോളിക്ക് പറ്റട്ടോ. കമ്മാന്ന് മണമൊന്നും അല്ലേ? പിന്നെ ബിരിയാണി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. താഴെ ഇറക്കി വെക്കുക, എന്തറിയോ അല്ലെങ്കിൽ കുഴയും, ചൂടല്ലേ. ബിരിയാണി ഇതിലിട്ട് വെജിറ്റബിൾ ബിരിയാണി. നമുക്ക് കഴിച്ചു നോക്കിയാലോ? പിന്നെ നീ കഴിക്കും, നല്ല വിശപ്പായി. നല്ല വിശപ്പായി. കുഞ്ഞൂട്ടാ എങ്ങനെയാണ് ബിരിയാണി? വെജിറ്റബിൾ ബിരിയാണി പുതിയ രീതിയിൽ. പിന്നെ നമ്മള് ഒരു വെറൈറ്റി സ്റ്റൈല്, വെറും പരീക്ഷണങ്ങൾ മാത്രം. അടിപൊളി സംഭവടാ. റൊട്ടി മാത്രം കിട്ടിയില്ല. ഉണ്ട്, കണ്ടില്ല നിങ്ങള്? അവിടെ പറഞ്ഞ ഞാൻ കണ്ടു, എനിക്ക് കിട്ടിയില്ല. നമ്മള് ഇന്ന് ചാന്താഭിഷേകം ആയതുകൊണ്ട് ഇറച്ചി വെച്ചില്ല, അതുകൊണ്ടാണ് വെജിറ്റബിൾ ബിരിയാണി വെച്ചത്. ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഇറച്ചി വെക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം വൈകുന്നേരം. അപ്പൊ ഇത് ഉച്ചക്ക് അടിച്ച് കയറ്റുക, അത് വൈകുന്നേരം പോയിട്ട് വന്നിട്ട് ഇറച്ചിയും വെച്ചിട്ട് അപ്പോഴും അടിച്ചു കയറ്റും. പക്ഷെ നീ സാമി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ നിനക്ക് കയറ്റാൻ പറ്റില്ല, ഞങ്ങൾ കയറ്റാം. അപ്പൊ നമുക്കേ അന്ധവിശ്വാസത്തിന് പോകില്ലേ? അപ്പൊ വേഗം തിന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വെച്ചോളി, പരീക്ഷിക്കുക, കഴിച്ചോളി അല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.